സച്ചിൻ ടെണ്ടുൽക്കർ, റിക്കി പോണ്ടിംഗ്. ക്രിക്കറ്റിന്റെ ഐതിഹാസിക ചരിത്രത്തിൽ ആ രണ്ട് പേരുകൾ എക്കാലവും സുവർണലിപികളിൽ തന്നെ തിളങ്ങി നിൽപ്പുണ്ട്. പോണ്ടിങ്ങും സച്ചിനും ഒരൊറ്റ ടീമിനായി ഓപ്പണർമാരുടെ റോളിൽ പാഡ് കെട്ടി മൈതാനത്തിന്റെ ആരവങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്നത് സങ്കല്പിച്ചു നോക്കൂ. ആരാധകർ വെറുമൊരു സ്വപ്നമായി മാത്രം ഹൃദയത്തിൽ കൊണ്ടു നടന്ന ആ ചിത്രം അന്ന് യാഥാർത്ഥ്യമാവുകയായിരുന്നു. 2013 മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ച് അതൊരു സംഭവബഹുലമായ വർഷമാണ്. സച്ചിൻ അന്ന് 39 വയസ്സാണ് പ്രായം, റിക്കിക്ക് 38. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപനം നടത്തി മാസങ്ങൾക്കിപ്പുറം പോണ്ടിങ്ങിനെ തേടി പുതിയൊരു നിയോഗമെത്തി, മുംബൈ ഇന്ത്യൻസിന്റെ നായക പദവി. സീസണിന് തൊട്ടു മുമ്പ് സച്ചിൻ ടെണ്ടുൽക്കറെ ചുറ്റിപ്പറ്റി ചർച്ചകൾ വീണ്ടും കൊടുമ്പിരി കൊള്ളുന്ന സമയത്തായിരുന്നു പൊടുന്നനെ മുംബൈയുടെ പ്രഖ്യാപനം. സച്ചിനോടുകൂടി ഉപദേശം തേടിയാണ് ഈ തീരുമാനത്തിലെത്തിയത് എന്ന് മുംബൈ മെന്റർ അനിൽ കുംബ്ലെ പിന്നീട് ആരാധകർക്ക് വിശദീകരണം നൽകി. രോഹിത് ശർമ്മ, കീറോൺ പൊള്ളാർഡ്, മിച്ചൽ ജോൺസൺ, ലസിത് മലിംഗ, ഡ്വൈൻ സ്മിത്ത്, ഹർഭജൻ സിംഗ്, ദിനേശ് കാർത്തിക്, മുനാഫ് പട്ടേൽ തുടങ്ങി അക്കാലത്ത് ക്രിക്കറ്റ് ലോകത്തെ വൻ തോക്കുകൾ പലരും അണിനിരക്കുന്ന ഒരു താരനിര തന്നെ ഉണ്ടായിരുന്നു പോണ്ടിങ്ങിന് പിന്നിൽ. സൂര്യകുമാർ യാദവ്, ഗ്ലെൻ മാക്സ്വെൽ, ജസ്പ്രീത് ബുംറ, യുസ്വേന്ദ്ര ചാഹൽ, അക്സർ പട്ടേൽ അടക്കം പിൽക്കാലത്ത് ലോക ക്രിക്കറ്റിലെ വലിയ പേരുകളായി ഉയർന്നു വന്ന യങ് സെൻസേഷനുകളും. 2013 ഏപ്രിൽ 13 വാങ്കഡയിൽ മുംബൈ അന്ന് പൂനെ വാരിയേഴ്സിനെ നേരിടുകയായിരുന്നു. സച്ചിനും പോണ്ടിങ്ങും ചേർന്ന് ഓപ്പണിംഗ് വിക്കറ്റിൽ അന്ന് 54 റൺ സ്കോർ ബോർഡിൽ കൂട്ടിച്ചേർത്തു. മുംബൈക്കായി ഇരുവരുടെയും ഏറ്റവും മികച്ച കൂട്ടുകെട്ട് അതായിരുന്നു. പോണ്ടിങ് 14 റൺസിന് വീണെങ്കിലും സച്ചിൻ 29 പന്തിൽ 44 റൺസുമായി കളം നിറഞ്ഞു. 7 ഫോറുകളും 1 സിക്സുമാണ് അന്ന് ലിറ്റിൽ മാസ്റ്ററുടെ ബാറ്റിൽ നിന്ന് പ്രവഹിച്ചത്. അർദ്ധ സെഞ്ചുറി നേടിയ രോഹിത് ശർമ്മയുടെ കാര്യത്തിൽ മുംബൈ പൂനെയെ 41 റൺസിന് വീഴ്ത്തി. എന്നാൽ സീസണിന്റെ പകുതിയോടെ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു. പോണ്ടിങ്ങിനെ നായക പദവിയിൽ എത്തിച്ച തീരുമാനം മുംബൈ മാനേജ്മെന്റ് പുനഃപരിശോധിക്കാൻ നിർബന്ധിതരായി. മോശം ഫോമിനെ തുടർന്ന് നായക പദവി ഒഴിയാൻ സ്വയം സന്നദ്ധനായ പോണ്ടിങ് ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റിൽ നിന്നും തന്റെ വിരമിക്കൽ പ്രഖ്യാപനവും നടത്തി. 3 ദിവസങ്ങൾക്കിപ്പുറം മുംബൈ തങ്ങളുടെ പുതിയ നായകനെ പ്രഖ്യാപിച്ചു, രോഹിത് ഗുരുനാഥ് ശർമ്മ. വെറും 25 വയസ്സാണ് അന്ന് രോഹിത്തിന്റെ പ്രായം. മുംബൈ ഇന്ത്യൻസിന്റെ തലപ്പത്തെന്നല്ല, ഇന്ത്യൻ ക്രിക്കറ്റിന്റെ തലപ്പത്ത് തന്നെ ഒരു തലമുറ മാറ്റത്തിന്റെ കാഹളമായിരുന്നു അതെന്ന് ആരാധകർ തിരിച്ചറിഞ്ഞത് പിന്നീടാണ്. രോഹിത്തിന്റെ ചിറകിലേറി പിന്നെ IPL ഫൈനലിലേക്ക് കുതിക്കുന്ന മുംബൈയെയാണ് ആരാധകർ കണ്ടത്. ആ പടയോട്ടത്തിൽ പല വൻമരങ്ങളും കടപുടങ്ങി. കലാശപ്പോരിൽ മഹേന്ദ്ര സിംഗ് ധോണിയുടെ ചെന്നൈ സൂപ്പർ കിങ്സ് ആയിരുന്നു മുംബൈയുടെ എതിരാളികൾ. ഈഡൻ ഗാർഡനിൽ ആദ്യം ബാറ്റ് ചെയ്ത മുംബൈക്ക് 4ാം ഓവർ പിന്നിടുമ്പോഴേക്കും 3 വിക്കറ്റുകൾ നഷ്ടമായി. ഡ്വൈൻ സ്മിത്തും ആദിത്യ താരയും ക്യാപ്റ്റൻ രോഹിത്തും 2 അക്കം കാണാതെ കൂടാരം കയറി. എന്നാൽ അമ്പാട്ടി റായിഡുവും കീറോൺ പൊള്ളാർഡും ചേർന്ന് നടത്തിയ രക്ഷാപ്രവർത്തനം പൊരുതാവുന്ന ടോട്ടലിലേക്ക് മുംബൈയെ കൊണ്ടെത്തിച്ചു. മറുപടി ബാറ്റിംഗിൽ ലസിത് മലിംഗയും മിച്ചൽ ജോൺസണും ചേർന്ന് ചെന്നൈയെ എറിഞ്ഞു വീഴ്ത്തുന്ന കാഴ്ചക്കാണ് ഈഡൻ ഗാർഡൻ സാക്ഷി വഹിച്ചത്. ചെന്നൈ ഇന്നിംഗ്സിലെ ആദ്യ ഓവറിൽ തന്നെ അടുത്തടുത്ത പന്തുകളിൽ മൈക്കൽ ഹസിയെയും സുരേഷ് റെയ്നയെയും നിരായുധരാക്കി മലിംഗ തീക്കാറ്റ് വിതച്ചു. തൊട്ടടുത്ത ഓവറിൽ ബദരിനാഥിനെ മിച്ചൽ ജോൺസൺ ദിനേശ് കാർത്തിക്കിന്റെ കയ്യിലെത്തിച്ചു. 3 റൺസ് എടുക്കുന്നതിനിടെ 3 വിക്കറ്റ് നഷ്ടമായ ചെന്നൈ പിന്നീട് 39-6 എന്ന നിലയിലേക്ക് കൂപ്പുകുത്തി. വലിയൊരു നാണക്കേടിലേക്ക് നീങ്ങുകയായിരുന്ന ചെന്നൈയെ മഹേന്ദ്ര സിംഗ് ധോണി ഒറ്റക്ക് തോളിലിട്ടുന്ന കാഴ്ചയാണ് പിന്നീട് ഗാലറി കണ്ടത്. 45 പന്തിൽ 63 റൺസ് എടുത്ത ധോണി അവസാന ഓവറുകളിൽ തകർത്തടിച്ചു. പക്ഷേ അതൊന്നും ചെന്നൈയെ അനിവാര്യമായ ആ വീഴ്ചയിൽ നിന്ന് രക്ഷിച്ചില്ല. ഒടുക്കം 23 റൺസിന് ധോണിപ്പടക വീഴ്ത്തി മുംബൈ തങ്ങളുടെ ആദ്യ IPL കിരീടത്തിൽ മുത്തമിട്ടു. സീസണിന്റെ പകുതിയിൽ നായക പദവി ഏറ്റെടുത്ത രോഹിത് ശർമ്മ തന്നെയായിരുന്നു ആ പടയോട്ടത്തിൽ മുംബൈയുടെ ടോപ്പ് സ്കോറർ. 19 മത്സരങ്ങളിൽ നിന്ന് 131 സ്ട്രൈക്ക് റേറ്റിൽ 538 റൺസാണ് രോഹിത് അടിച്ചെടുത്തത്. 124 സ്ട്രൈക്ക് റേറ്റിൽ 510 റൺസ് അടിച്ചെടുത്ത ദിനേശ് കാർത്തിക്കും അന്ന് ടീമിന്റെ വിജയശില്പികളുടെ കൂട്ടത്തിലെ പ്രധാനിയായി. ബാറ്റ് കൊണ്ടും പന്തുകൊണ്ടും ഒരുപോലെ കളന്നിറഞ്ഞ കീറോൺ പൊള്ളാർഡ്, പലവൊരു മൈതാനത്ത് തീപ്പന്തുമായി അവതരിച്ച ലസിത് മലിംഗയും മിച്ചൽ ജോൺസണും, 24 വിക്കറ്റുകളുമായി ടൂർണമെന്റ് അവസാനിപ്പിച്ച ഹർഭജൻ സിംഗ്, കൂറ്റനടികളുമായി മൈതാനങ്ങളെ പൂരപ്പറമ്പാക്കിയ ഡ്വൈൻ സ്മിത്ത്. അങ്ങനെ മുംബൈ ഇന്ത്യൻസിന്റെ കന്നിക്കിരീടത്തിലേക്കുള്ള പടയോട്ടത്തിന്റെ കടിഞ്ഞാണെന്തിയവർ ഏറെ. പോഡിയത്തിൽ വച്ചന്ന് കിരീടമേറ്റ് വാങ്ങാൻ റിക്കി പോണ്ടിങ്ങിനെയും സച്ചിനെയും രോഹിത് ക്ഷണിച്ചത് ഈഡൻ ഗാർഡനിലെ ഏറ്റവും മനോഹര കാഴ്ചയായിരുന്നു. ക്രിക്കറ്റ് ചരിത്രത്തിലെ പകരക്കാരില്ലാത്ത ഇതിഹാസങ്ങളായ സച്ചിനും റിക്കിയും ആ IPL-ലോടെ ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചു. വർഷങ്ങൾക്കിപ്പുറം ഒരിക്കൽ രോഹിത് ശർമ്മയോട്
മുംബൈ ഇന്ത്യൻസിനൊപ്പമുള്ള ഏറ്റവും മറക്കാനാവാത്ത ഓർമ്മ ഏതാണ് എന്നൊരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു. വാങ്കഡയുടെ ആരവങ്ങളിലേക്ക് സച്ചിനും പോണ്ടിങ്ങും പാഡ് കെട്ടി ഇറങ്ങിയത് എന്നായിരുന്നു രോഹിത്തിന്റെ മറുപടി.